അങ്ങനെ ഒരു മാസത്തെ വെക്കേഷന് ശേഷം ഞാൻ തിരിച്ച് മസ്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഇതെൻ്റെ രണ്ടാമത്തെ ആഴ്ചയാണ് നാട്ടിൽ നിന്ന് വന്നിട്ട്. മസ്കറ്റിൽ ക്ലൈമറ്റ് ഇപ്പോൾ മാറി, ഇപ്പോൾ ചൂട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വൈകുന്നേരങ്ങളിൽ നമുക്ക് അത്യാവശ്യമൊക്കെ പുറത്തിറങ്ങാൻ പറ്റും. അപ്പോൾ ഇന്നൊരു വീക്കെൻഡാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചു ഇന്ന് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഇന്ന് റുവിയിലുള്ള കണ്ണൂർ കഫേ എന്ന് കൊണ്ടൊരു റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ അവരുടെ റീൽസൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ. അപ്പോൾ അവിടെ ഫുഡിന് ഇപ്പോൾ ഒത്തിരി ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് റുവിയിലുള്ള കണ്ണൂർ കഫേയിലോട്ടാണ്. നമ്മുടെ മസ്കറ്റിൽ ഒരുപാട് മലയാളി ഹോട്ടൽസ് ഉണ്ട് കേട്ടോ, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലത്തെ ഫുഡൊന്നും മിസ് ചെയ്യില്ല. നാട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിവിടെ ഫുഡൊക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ കണ്ണൂർ കഫേയിൽ എത്തിയിട്ടുണ്ട്. കണ്ണൂർ കഫേ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ റുവിയിലുള്ള ബദൽസമ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ബദൽസമ ഹോസ്പിറ്റലിലെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് കണ്ണൂർ കഫേ. അതായത് GTC ബസ് സ്റ്റേഷൻ്റെ നെക്സ്റ്റ് അടുത്ത് തന്നെയാണ് കണ്ണൂർ കഫേ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നൊരു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ടേബിൾ കിട്ടാൻ കുറച്ച് ലേറ്റായി. എന്നാലും ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തു. പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരുപാട് ഇപ്പോൾ അവർ ഓഫർ കൊടുക്കുന്നുണ്ട്, ഒരുപാട് കോംബോ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ദോശ, അതുപോലെ തന്നെ ബീഫ് കറി, പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന ചട്ടനി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യാം കേട്ടോ വന്നു കഴിഞ്ഞാൽ. വെറും 400 പൈസക്കാണ് ഞങ്ങൾക്ക് ഈ കോംബോ കിട്ടിയത്. 3 ദോശ, അതിൻ്റെ കൂടെ തന്നെ ഒരു ചട്ടണി ഉണ്ട്, പിന്നെ ബീഫ് കറി ഉണ്ട്, പിന്നെ വെള്ള ചട്നി ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ കുറേ ഇവിടെ കോംബോ ഓഫേഴ്സ് ഇപ്പോൾ അവിടെ ഓൺഗോയിങ് ആയിട്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് ട്രൈ ചെയ്യണം കണ്ണൂർ കഫേയിൽ. അങ്ങനെ കണ്ണൂർ കഫേത്തെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലോട്ട് പോകുന്ന വഴി അൽക്വയർ നമ്മൾ എത്തിയപ്പോൾ അവിടെ അൽക്വയർ എപ്പോഴും പോകണമെന്ന് വിചാരിക്കുന്ന ഒരു പ്ലേസ് ഉണ്ടായിരുന്നു. ഈ കാണുന്ന പ്ലേസാണ്, അതൊരു പാർക്ക് എന്ന് പറയാം. നമ്മൾ റോഡിൻ്റെ അടുത്ത് തന്നെ കിടക്കുന്ന ഒരു പ്ലേസ്. ഒരുപാട് പേര് ഈവനിങ്ങളിൽ വന്ന് സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് മലയാളീസും അതുപോലെ തന്നെ ഒരുപാട് ഒമാനികളൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ തിരക്ക് ഈവനിങ് ആണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ചെറിയൊരു ചൂട് തുടങ്ങിയത് കൊണ്ടാണ് ഇത്രയും തിരക്ക് കുറവ്. നേരെ മറിച്ച് വിൻ്റർ ടൈമിലേക്ക് ഒരുപാട് പേര് വന്ന് ഇവിടെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും വിചാരിക്കും ഈ വഴി പോകുന്ന സമയത്ത് ഇവിടെ ഒന്ന് കയറി പോകണമെന്ന്. പക്ഷേ ഇപ്പോഴാണ് നമുക്കതിൻ്റെ സമയം കിട്ടിയത്. ഇത് കണ്ടു, ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ അടുത്ത് തന്നെ കിടക്കുന്ന വലിയൊരു പാർക്ക് പോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ നമുക്ക് ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ കാണാൻ പറ്റും. ചെറുതല്ല, വലുതായിട്ടൊരു പൂളെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിലോട്ട് ആർക്കും ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ഈ ഒരു വൈബ് എന്ന് വെച്ചാൽ നല്ല വൈബാണ് കേട്ടോ. ഈവനിങ് വരുന്ന സമയത്ത് ഇതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. നമുക്ക് ഫാമിലിയായിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട്സായിട്ടും ഒക്കെ വന്ന് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസാണ്. ഇപ്പോൾ ഈവനിങ് വാക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ ജോഗിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ പറ്റുന്ന ഒരു പ്ലേസാണ് ഈ ഒരു പ്ലേസ്. പക്ഷേ ഏറ്റവും കൂടുതൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഫാമിലിയായിട്ട് വന്നിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഒരുപാട് നമുക്ക് സമയം കിട്ടും നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ. അതുപോലെ തന്നെ ഇവിടുത്തെ വെതറാണെങ്കിലും ഇപ്പോൾ ചൂടാണെങ്കിൽ കൂടി ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഇവിടെ നമുക്ക് അത്രയും ചൂട് ഫീൽ ചെയ്യുന്നില്ല. ബിക്കോസ് ആ വെള്ളം ഉണ്ടല്ലോ, മറ്റേ വാട്ടർ ഫൗണ്ടൻ്റെ ഒക്കെ ഒരു തണുത്തൊരു ഫീൽ നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ മസ്കറ്റിലുള്ള ആളുകൾ ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരണം, ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. നല്ലൊരു സ്ഥലമാണ്. നമുക്ക് നമ്മുടെ ഈവനിങ് ഒക്കെ അടിപൊളിയാക്കാൻ പറ്റുന്നൊരു പ്ലേസാണ് ഈ അൽക്വയറുള്ള ഈ ഒരു ചെറിയൊരു പ്ലേസ്. ഇവിടുത്തെ കാഴ്ച മനോഹരം തന്നെയാണ് കേട്ടോ. രാത്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ വെള്ളത്തിൽ നമുക്ക് കാണുമ്പോൾ നല്ല രസമുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്കിവിടെ പാർക്കിങ്ങിന് നല്ലൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ എടുത്ത് വന്നാൽ തന്നെ പാർക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്നിരിക്കാം. പിന്നെ രാത്രിയിൽ ഒമാൻ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ദുബായ് പോലെ വലിയ തിരക്കുള്ളൊരു സിറ്റിയല്ല ഒമാൻ, മസ്കറ്റ്. പക്ഷെ എന്നാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. അപ്പോൾ ഞങ്ങളുടെ വീക്കെൻഡ് നല്ല രസമായിട്ട് തന്നെ പോയി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുന്ന വിശ്വസിക്കുന്നു. അപ്പോൾ മസ്കറ്റിലുള്ള ആളുകൾ ഈ ഒരു സ്ഥലത്ത് വന്നിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി വന്ന് വിസിറ്റ് ചെയ്യണം. നല്ല രസമുള്ളൊരു പ്ലേസാണ്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.